നമസ്കാരം. ഒരു കസേര, ഒരു യൂണിഫോം, ഒരു ഒപ്പ്, ഇത്രയും കാലം അധികാരത്തിന്റെ അജയ്യമായ പ്രതീകങ്ങളായി നിന്നവ. പക്ഷേ നിയമത്തിന്റെ പുസ്തകം തുറക്കുമ്പോൾ ആ കസേരയ്ക്കും കുലുക്കമുണ്ട്, ആ യൂണിഫോമിനും ഉത്തരവാദിത്വമുണ്ട്. നവകേരള സദസ്സിനിടെ നടന്ന ആക്രമണ കേസിന്റെ അന്വേഷണത്തിൽ ഇടപെട്ടെന്ന ഗുരുതര കണ്ടെത്തലിന് പിന്നാലെ ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കേരള സർക്കാർ. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ മാത്രമാണോ, അതോ അധികാരത്തിന്റെ മറവിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഇടപെടലുകൾക്ക് നേരെ നിയമം ശക്തമായി ആദ്യമായി കണ്ണു തുറക്കുകയാണോ? 2023 നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട സംഭവം അന്നേ വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ കേസിന്റെ ദിശ മാറ്റാൻ ശ്രമം നടന്നതായി, രേഖകളിൽ ഇടപെടലുണ്ടായതായും കണ്ടെത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെയും പോലീസ് സംവിധാനത്തെയും പിടിച്ചു കുലുക്കുന്നത്. രക്ഷാപ്രവർത്തനം കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയെന്നും ADGP MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. കേസ് നടപടികൾ അവസാനിപ്പിക്കാനുള്ള രീതിയിൽ റഫർ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കേസിലെ പ്രതികളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ അജിത്കുമാർ തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നാണ് പ്രധാന കണ്ടെത്തൽ. അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ഇൻസ്പെക്ടർ KP ടോംസൺ, ഡിവൈഎസ്പിമാരായ അരുൺ KS, സുനിൽ രാജ് എന്നിവർ SITക്ക് നൽകിയ മൊഴികളിൽ അജിത്കുമാറിന്റെ ഇടപെടലുകളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘാംഗങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള കണ്ടെത്തലുകളിൽ അജിത്കുമാർ അതൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണ ഡയറി പരിശോധിച്ച് കേസ് അവസാനിപ്പിക്കാൻ നേരിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തതായാണ് മൊഴി. ഒരു യോഗത്തിനിടെ കേസ് ഡയറി പരിശോധിച്ച അജിത്കുമാർ അന്വേഷണ പുരോഗതിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും അതിലെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ എസ്കോർട്ട് സംഘാംഗങ്ങൾക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ അദ്ദേഹം എതിർത്തു. മുഖ്യമന്ത്രിയുടെ PSOമാർക്കെതിരെയുള്ള കേസ് നാളെ തന്നെ റഫർ ചെയ്യണമെന്നും അന്വേഷണം പൂർത്തിയായി ഇനി റഫർ നോട്ടീസ് നൽകുക മാത്രമാണ് ബാക്കിയെന്നും SP മുഖേന അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി. സൂപ്പർവൈസറി ഓഫീസർ എന്ന നിലയിലുള്ള ഇടപെടലുകൾ നിയമപരമായിരിക്കണമെന്നും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരിക്കണമെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. എന്നാൽ അജിത്കുമാറിന്റെ ഇടപെടലുകൾ നിയമവിരുദ്ധമായിരുന്നുവെന്നും അത് ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതിനും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും കാരണമായെന്നും കുറ്റപ്പെടുത്തുന്നു. അജിത്കുമാറിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവരും ഈ അട്ടിമറി നീക്കത്തിൽ പങ്കാളികളായതായും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. അജിത്കുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്നും അദ്ദേഹം സർവീസിൽ തുടരുന്നത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്നും പൊതു താൽപര്യം മുൻനിർത്തി സസ്പെൻഷൻ അത്യാവശ്യമാണെന്നും ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസസ് ചട്ടങ്ങൾ പ്രകാരമാണ് അജിത്കുമാറിനെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ കാലയളവിൽ അദ്ദേഹം നിയമപ്രകാരമുള്ള സബ്സിസ്റ്റൻസ് അലവൻസിന് അർഹനായിരിക്കും. സസ്പെൻഷൻ ഉത്തരവ് പുറത്തു വന്നതോടെ ഒരു ചോദ്യം വീണ്ടും ശക്തമാവുകയാണ്. നിയമത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമത്തിന്റെ വഴിമാറ്റത്തിന് ശ്രമിച്ചാൽ ജനങ്ങൾ ആരെ വിശ്വസിക്കും? അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്ര ശക്തനായാലും അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ ഓരോ തീരുമാനവും പരിശോധിക്കപ്പെടുമെന്ന സന്ദേശമാണ് ഈ മറുപടി നൽകുന്നത്. എന്നാൽ ഇതോടെ കഥ അവസാനിക്കുന്നില്ല. യഥാർത്ഥ പരീക്ഷണം ഇനി തുടങ്ങുകയാണ്. സസ്പെൻഷനിൽ ഒതുങ്ങുമോ? വകുപ്പുതല നടപടികൾ എവിടെയെത്തും? കുറ്റാരോപണങ്ങൾ കോടതിയുടെ പരിശോധനയിൽ എങ്ങനെ നിലനിൽക്കും? കേരളം ഉറ്റുനോക്കുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാവി മാത്രമല്ല, ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ്. അന്വേഷണത്തിന്റെ ഓരോ പേജും ഇനി കോടതിയുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ വിലയിരുത്തപ്പെടും. സത്യത്തിന് മുന്നിൽ ആരാണ്, അധികാരത്തിന് പിന്നിൽ ആരാണ് എന്നത് വരും ദിവസങ്ങൾ തെളിയിക്കും. നവകേരള സദസ്സിൽ തുടങ്ങിയ വിവാദം ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷനിൽ എത്തി നിൽക്കുമ്പോൾ കേരളം കാത്തിരിക്കുന്നത് ഒരു അന്തിമ വിധിയല്ല, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് തെളിയിക്കുന്ന നീതിയുടെ അവസാന വാക്കിനെയാണ്.